പടച്ചോനിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ. ഞാൻ എങ്ങനെയാണ് പടച്ചോനിലേക്ക് വിശ്വസിച്ചത്, പടച്ചോനിലേക്ക് എങ്ങനെയാണ് അടുത്തതെന്നുള്ളതിന്റെ ചെറിയൊരു കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ കോടിക്കണക്കിന് രൂപ എന്റെ കയ്യിൽ കൂടെ ഡെയിലി ഇങ്ങനെ കടന്നു പോയൊരു സമയം ഉണ്ടായിരുന്നു. നല്ലോണം കച്ചവടം ചെയ്ത് അത്യാവശ്യം ആൾക്കാർക്ക് അറിയുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഞാൻ. എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു പരീക്ഷണം കിട്ടി. പടച്ചോൻ എന്റെ സ്വത്തുക്കളൊക്കെ എടുത്തു കളഞ്ഞ് വലിയൊരു പരീക്ഷണം എനിക്ക് തന്ന് ഞാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര നിരക്കത്തിൽ, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ ഞാൻ തളർന്നു പോയി ഈ ഒരു ഇൻസിഡന്റിന് ശേഷം. പക്ഷേ ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. 1,00,000 രൂപന്റെ മുമ്പിൽ അല്ലെങ്കിൽ 10 കോടി രൂപന്റെ മുമ്പിലുണ്ട്. ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കണം, നിനക്ക് 10 കോടി വേണോ പടച്ചോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് പടച്ചോ മതിയെന്ന്. കാരണം എന്താ അറിയോ, സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ലൈഫിലേക്ക് കടന്നു വന്നത് 5 നേരത്തെ നിസ്കാരവും അതുപോലെ തന്നെ പടച്ചോനോടുള്ള ആ സംസാരവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ്. കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണമെന്നില്ല. സമാധാനം ഈസ് എവരിത്തിങ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. സമാധാനമുണ്ട്. സമാധാനം ഈസ് എവരിത്തിങ്. സമാധാനമാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ലഭിക്കാത്തതും കിട്ടാത്തതും എന്ന് തന്നെയാണ് സമാധാനമാണ്. ചില ആളുകൾക്ക് വിശ്വസിക്കുന്നത് സമാധാനം എന്നത് ധാരാളം സമ്പത്തുണ്ടായിത്തീരുക എന്നുള്ളതാണ്. മറ്റു ചില ആളുകൾ വിചാരിക്കാറുള്ളത് സമാധാനം എന്നത് ഒരുപാട് നേട്ടങ്ങൾ നേടുക എന്നുള്ളതാണ്. വേറെ കുറേ ആളുകൾ വിചാരിക്കുന്നത് കുറേ മക്കളും കാര്യങ്ങളും, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു സാമ്രാജ്യം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് നേടിയെടുക്കേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെയാണ് എനിക്ക് ആശ്വസിക്കാനും സമാധാനിക്കാനും കഴിയുക എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരു റിയൽ ഹാപ്പിനെസ് എന്നത്, ഒരു യഥാർത്ഥ സമാധാനം എന്നത് അതൊരിക്കലും ഇതുപോലെയുള്ള ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിലല്ല ഉള്ളത് എന്നുള്ളതാണ്. ഈ വ്യക്തി ആരാന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ശരിക്കും അയാളുടെ ജീവിതത്തിലൂടെ അയാൾ നമുക്ക് സമാധാനം എന്താണെന്ന് ഇപ്പോൾ ഷമീർ സാർ പറഞ്ഞ പോലെ അത് അടിവരയിട്ട് കാണിച്ചു നിൽക്കുകയാണ്. അവിടെ നോക്കൂ, അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, കോടിക്കണക്കിന് രൂപ നിത്യവും എൻ്റെ കൈകളിലൂടെ വന്നിരുന്നു എന്നുള്ളതുണ്ട്. പൈസ ഇങ്ങനെ കയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കണം. പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹത്തിന് കിട്ടാത്തൊരു സമാധാനമുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു വാക്കെന്ന് വെച്ചാൽ, ഇന്ന് 10 കോടിൻ്റെ മുന്നിലിട്ടിട്ട് പറയാണ്, ഇത് വേണോ, നമസ്കാരം വേണോ, ഞാൻ ആ പൈസ എല്ലാം സ്വീകരിക്കാം, മറിച്ച് ആ ഇബാദത്താണ്, നമസ്കാരമാണ്.